Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced Tutorials in 48th lesson ആണിത്. ഈ ഒരു ലെസണിലൂടെ PBR ടെക്സ്റ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ഒരു PBR ടെക്സ്റ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ക്വിക്കായി മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാമെന്നും നമുക്ക് എവിടെ നിന്ന് ഈ ഒരു ടെക്സ്റ്റേഴ്സിനെ ഡൗൺലോഡ് ചെയ്യാമെന്നും നമുക്ക് ഈ ഒരു ലെസണിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യമായി നമുക്ക് ഈ ഒരു PBR ടെക്സ്റ്റേഴ്സ് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. PBR ടെക്സ്റ്റേഴ്സ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി Poliigon.com എന്ന വെബ്സൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റേഴ്സ് എന്ന ഈ ഒരു ലിസ്റ്റ് നമുക്കിവിടെ ഓപ്പൺ ആവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ഏത് മെറ്റീരിയൽസ് ആണോ ആവശ്യം ആ ഒരു മെറ്റീരിയൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഈ ഒരു ബ്രിക്ക് എന്ന ഈ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ബ്രിക്കുകളുടെ ടെക്സ്റ്റേഴ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ടെക്സ്റ്റേഴ്സ് ആണ്. നമുക്കിത് ഇവിടെ ഒരു റെസൊല്യൂഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 1K മുതൽ 8K വരെ ഈ ഒരു ടെക്സ്റ്റേഴ്സ് ഇതിൻ്റെ ക്വാളിറ്റി അവൈലബിൾ ആണെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഈ ഒരു ഡൗൺലോഡ് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഈ ഒരു മെറ്റീരിയലിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റേഴ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ടെക്സ്റ്റേഴ്സ് ബം, ഡിഫ്യൂസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഗ്ലോസ്, റിഫ്ലക്ഷൻ, ആംബിയന്റ് ഒക്ലൂഷൻ തുടങ്ങിയ ഈ ഒരു മാപ്സ് യൂസ് ചെയ്തുകൊണ്ട് വളരെ നാച്ചുറലായി നമുക്ക് മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനും അത് യൂസ് ചെയ്തുകൊണ്ട് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് എടുക്കുവാനും സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് പേ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റേഴ്സിനെയും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റേഴ്സിനെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചൂസ് എ പ്ലാൻ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മന്ത്ലി, ഇയർലി തുടങ്ങിയ പ്ലാൻസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ഫ്രീ ആയി നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ടെക്സ്റ്റേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ എന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഫ്രീ ആയി തന്നെ നമുക്ക് കുറേ നല്ല ടെക്സ്റ്റേഴ്സും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. നമ്മുടെ സീനിലേക്കായി ഞാൻ ഈ ഒരു ബ്രിക്കാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഈ ഒരു റെസൊല്യൂഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. 4K ആണ് ഞാൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡൗൺലോഡ് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഈ ഒരു ആംബിയന്റ് ഒക്ലൂഷൻ, ഡിഫ്യൂസ്, ഡിസ്പ്ലേസ്മെന്റ്, ഗ്ലോസ്, നോർമൽസ്, റിഫ്ലക്ഷൻ തുടങ്ങിയ മാപ്സ് എല്ലാം ഇതിൽ നമുക്ക് അവൈലബിൾ ആണെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ചെക്ക് ചെയ്യുന്നതിനായി വ്യൂ 3D എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ എങ്ങനെയാണെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു വ്യൂ 3D ഓപ്ഷനിൽ നിന്ന് നമ്മളുടെ ഈ ഒരു മെറ്റീരിയൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കിവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഈ ഒരു ഫ്രീ ഡൗൺലോഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ടെക്സ്ചറിനെ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഞാൻ ഈ ഒരു ടെക്സ്റ്റേഴ്സിനെ ഇവിടെ ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ ഈ ഒരു ടെക്സ്റ്റേഴ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റേഴ്സിനെ നമ്മളുടെ സീനിലേക്ക് ഒരു മെറ്റീരിയലായി ക്വിക്കായി എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ടെക്സ്റ്റേഴ്സിനെ ക്വിക്കായി ലോഡ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് പോളിഗൺ മെറ്റീരിയൽ കൺവെർട്ടർ ആഡ് ഓൺ ഫോർ 3D Max എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് Poliigon.com എന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ 3D Maxൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിനായി നമുക്ക് ഈ കാണുന്ന ഡൗൺലോഡ് പോളിഗൺ മെറ്റീരിയൽ കൺവെർട്ടർ ആഡ് ഓൺ ഫോർ 3D Max എന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ഡൗൺലോഡ് ആയിരിക്കുകയാണ്. ഈ ഒരു മെറ്റീരിയൽ കൺവെർട്ടർ സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയി ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി നമ്മൾ 3D Maxലേക്ക് ഇത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നതിലൂടെ ഈ ഒരു ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം.
ഇവിടെ നമുക്ക് ടൂൾ ബാർസ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് പോളിഗോൺ എന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്കിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോളിഗൺ മെറ്റീരിയൽ കൺവെർട്ടർ എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിതിനെ ഈ ഒരു ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടൂൾ ബാറിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഈ ഒരു ബട്ടൺ ഇവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ടെക്സ്ചറിനെ എങ്ങനെ ഈസിയായി നമുക്കൊരു മെറ്റീരിയലായി കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്കിവിടെ ഈ ഒരു പോളിഗൺ മെറ്റീരിയൽ കൺവെർട്ടർ എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു മാപ്പ് നമുക്കിതിലേക്ക് ലോഡ് ചെയ്യാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ബ്രിക്കിൻ്റെ ഫോൾഡർ ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു ഫോൾഡർ ഇതിലേക്ക് ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ ലോഡ് മെറ്റീരിയൽ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഫോൾഡറിലെ എല്ലാ മാപ്സിനെയും കൺവേർട്ട് ചെയ്ത് ഒരു മെറ്റീരിയലായി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മളുടെ ഈ ഒരു മെറ്റീരിയൽ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് ഓക്കെ പ്രസ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഈ ഒരു മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടെമ്പററി ലൈബ്രറി എന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ടെമ്പററി ലൈബ്രറിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബ്രിക്കിൻ്റെ മെറ്റീരിയൽ ഇവിടെ ആഡ് ആയതായി നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ നിന്ന് ഈ ഒരു മെറ്റീരിയലിനെ ഡ്രാഗ് ചെയ്ത് നമ്മളുടെ ഈ ഒരു വ്യൂവിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത മാപ്സിനെ ഇൻഡിവിജ്വലായി നമ്മൾ അസൈൻ ചെയ്യാതെ തന്നെ ഈ ഒരു മെറ്റീരിയൽ കൺവെർട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഈസിയായി നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു മെറ്റീരിയൽ കൺവെർട്ടർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്ക് ഫാസ്റ്റ് ആക്കാനും വളരെ ആക്യുറേറ്റ് ആയി മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയൽ എഡിറ്ററിൽ നമുക്ക് ആവശ്യമുള്ള ചെറിയ ചേഞ്ചസ് നമുക്കിതിൽ വരുത്താവുന്നതാണ്. നമുക്ക് ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് മാപ്പ് ഇവിടെ ലോഡ് ചെയ്തതായി കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു മാപ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും 20 ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു 20 എന്ന വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ട് 0.5, 0.2 തുടങ്ങിയ വാല്യൂസ് ആണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ സീനിനനുസരിച്ച് നമുക്ക് എത്രയാണ് ആവശ്യമെങ്കിൽ നമുക്കിവിടെ നിന്ന് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയലിനെ നമ്മൾ ഈ ഒരു സീനിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു വാളിലേക്കാണ് ഈ ഒരു മെറ്റീരിയലിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു വാളിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിത് UVW മാപ്പ് യൂസ് ചെയ്തുകൊണ്ട് സ്കെയിൽ ചെയ്യാം. നമുക്കിതിൻ്റെ സ്കെയിൽ എത്രയാണ് ആവശ്യമെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് റെൻഡർ ചെയ്തുകൊണ്ട് ഈ ഒരു മെറ്റീരിയലിനെ ചെക്ക് ചെയ്യാം. നമ്മളുടെ ഈ ഒരു ടെക്സ്ചറിൻ്റെ റിസൾട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു മെറ്റീരിയൽ കൺവെർട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഈസിയായി നമ്മൾ ഈ ഒരു ടെക്സ്ചേഴ്സിനെ ലോഡ് ചെയ്ത് ഇതുപോലെ ഈ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ മെറ്റീരിയൽസിനെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.